Hi dear students, നമ്മൾ question number 6 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. Okay, question number 6 എന്താണെന്ന് നോക്കാം. ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Yes, go to the question. Fx is given here, right? ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. X not equal to 2/3, you know the reason. When x is 2/3, the denominator becomes 0. So, അത് കണ്ടീഷൻ okay ആണ്. F composition f at x is given to be gx, where g is a function from this set to this set. Then what is g? Number of times of composition with the g at 4 is equal to. But 3 times composition എടുക്കുന്നുണ്ട്. So what is that value at 4? അതാണ് question. So before coming to that g composition g, and what is that g of x? That g of x is given to be as f composition f. That is what given g of x. അപ്പോൾ നമ്മൾ അതിലേക്കാണ് പോകുന്നത്. So first of all we have to solve a g of x. G of x is nothing but f composition fx ആണ്. F of fx ആണ് the g of x എന്ന് പറഞ്ഞാൽ. F of fx in the sense we have to substitute f of x in every x in the function of f of x അല്ലേ. അപ്പോൾ നമ്മൾ വരുന്നത് 4 into fx ആണ് വരിക. 4 into fx പ്ലസ് മക്കൾ എന്താ ചെയ്യേണ്ടത്? f of x എന്ന് പറഞ്ഞാൽ 4x plus 3/6x minus 4ൽ എക്സിന് പകരം നമ്മൾ fx സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ 4 into fx plus 3 divided by 6 into fx minus 4 എന്നാണ് വരിക. അപ്പോൾ അവിടെ നമ്മൾ 4 into fxന് പകരം വീണ്ടും നമ്മൾ ആ ഫംഗ്ഷൻ തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ fxന്റെ പ്ലേസിലൊക്കെ ആര് കയറി വരും? നോക്കൂ, fxന്റെ പ്ലേസിലൊക്കെ ഇവിടെ നോക്കൂ. ആക്ച്വലി നിങ്ങളെ ഫംഗ്ഷനകത്ത് എക്സ് ആവുന്ന സമയത്ത് ഇവിടെ എക്സ് ആണ്. ഇനി എഫ് എക്സിൽ എക്സിന് പകരം നമ്മൾ എഫ് എക്സ് വന്നപ്പോഴത്തേക്കും എക്സിനൊക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ട് എഫ് എക്സ് കയറി വന്നു, ശരിയല്ലേ? അതായത് ഇവിടെ എക്സിന് പകരം എഫ് എക്സ് വന്നപ്പോൾ ഇവിടെയൊക്കെ എക്സ് എന്തായിട്ട് മാറി? എഫ് എക്സ് ആയിട്ട് മാറി. അതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ എഫ് എക്സിന് പകരം വീണ്ടും ഈ ഒറിജിനൽ ഫംഗ്ഷൻ കൊടുക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കും? 4 into എന്താ വരിക? 4x plus 3 divided by 6x minus 4 വന്നു. ഇതാണ് എഫ് എക്സ്. ഓക്കെ, പ്ലസ് 3 ഉണ്ട്. ഇതാ 4 into fx plus 3 ആയി, ഡിവൈഡ് ബൈ 6 into fx വേണം. സോ എഫ് എക്സിന് പകരം വീണ്ടും 4x plus 3 divided by 6x minus 4 എഴുതി, then minus 4 എന്ന് എഴുതി. കണ്ടോ, ഇതാണ് 4f of x plus 3 divided by 6f of x minus 4 എന്ന് പറഞ്ഞാൽ. ഇനി ഇത് സോൾവ് ചെയ്യും. ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന മാർഗം എന്താണ്? 4 into 4x plus 3, ഓക്കെ, പ്ലസ് 3 into 6x minus 4, താഴെ ഒരു 6x minus 4 ഉണ്ടാവും. ഇനി താഴത്തെ സോൾവ് ചെയ്യുമ്പോൾ അവിടെ ഒരു 6x minus 4, അത് ക്യാൻസൽ ആയി പോയിക്കോളും, ശരിയല്ലേ? അപ്പൊ 6 into 4x plus 3 minus 4 into 6x minus 4. ആക്ച്വലി മുകളിലും ഒരു 6x plus 3 ഉണ്ട്, താഴെയും ഒരു 6x minus 4 ഉണ്ട്, താഴെയും ഒരു 6x minus 4 ഉണ്ട്. അതെന്ത് ചെയ്യും? കട്ടായി പോകും ശരിക്കും, അല്ലേ? കറക്റ്റ്. അപ്പൊ നമ്മൾ എഴുതുന്നില്ലാന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4 into 4 എന്താണ്? 16x വരും, പ്ലസ് 12. പിന്നെ ഇവിടെ വരുന്നത് 18x മൈനസ് 12, താഴെ വരുന്നത് 24x പ്ലസ് 18 മൈനസ് 24x പ്ലസ് 16. യെസ്, നമുക്കിവിടെ എന്താ ക്യാൻസൽ ആയി പോകുന്ന നോക്കിയാൽ 12 നെഗറ്റീവ് പോസിറ്റീവ് ക്യാൻസലായി. 18ഉം 16ഉം തമ്മിൽ ആഡ് ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടും? 34 വരും, ശരിയല്ലേ? യെസ്, 34x വരും, ഡിവൈഡഡ് ബൈ ഇവിടെ നമുക്ക് ഇത് തമ്മിൽ ക്യാൻസൽ ചെയ്ത് 18ഉം 16ഉം 34 എന്ന് കിട്ടി, ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് കിട്ടി. സോ വാട്ട് ഈസ് ദ കോമ്പോസിഷൻ f of x? ദാറ്റ് ഈസ് എക്സ്. സോ g of x is equal to x ആണ്. g of x is nothing but an identity function. ഇപ്പൊ ഐഡന്റിറ്റി ഫംഗ്ഷന്റെ കോമ്പോസിഷൻ എത്ര ടൈംസ് എടുത്താലും അത് അതിലേക്ക് തന്നെയാണ് മാപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, ശരിയല്ലേ? സോ ഇറ്റ്സ് വെരി സിമ്പിൾ. g of x. How many times? We are taking 3 times. സോ എക്സ് അല്ല, ഇവിടെ 4 ആണ് ചോദിച്ചിരിക്കുന്നത്. സോ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് g(4) തന്നെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ആണ് ആൻസർ വരിക. സോ ആൻസർ ഈസ് എക്സാക്ട്ലി 4 ആണ്. സോ യുവർ ഓപ്ഷൻ 4 ഈസ് കറക്റ്റ്. ഓക്കെ, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇത്, എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. g of x എക്സ് ആണെങ്കിൽ g of x എന്ന് പറഞ്ഞാൽ വീണ്ടും എക്സ് നമ്മൾ എക്സ് വെച്ച് റീപ്ലേസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ദർ ഇസ് നോ ചേഞ്ച്. അപ്പൊ എനി നമ്പർ ഓഫ് ടൈംസ് എടുക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ g composition if you taking 2024 times, you are getting the same x, so the answer is going to be 4 itself. Okay, ഇതാണ് ഇതിന്റെ ഐഡിയ എന്ന് പറയുന്നത്. സോ മനസ്സിലാക്കി വെക്കുക. താങ്ക് യു.